എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ വൈകുന്നേരം 4 മണിക്ക് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചേച്ച് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുക കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഒരു കാര്യം ഇങ്ങനെ വന്ന് അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുവാണേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡായ ആളാണ്. അപ്പം എൻ്റെ സർവീസിലുടനീളം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്, സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വി.ഡി. സതീശൻ സാറ് മുഖ്യമന്ത്രി ആയതിന് ശേഷം രമേശ് ചെന്നിത്തല സാറും എല്ലാവരും കൂടി ഈ കുഞ്ഞുങ്ങളിൽ മദ്യപാനത്തിനൊക്കെ എതിരായിട്ട് നല്ലൊരു പ്രവർത്തനമാണ് അവർ ഇപ്പം കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ കണ്ടു, ന്യൂസുകളിലൊക്കെ വായിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ വളരെ ഒരു പ്രശംസ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവർ ഭരണത്തിൽ കയറി ഉടനെ തന്നെ ആ ഒരു കാര്യത്തിന് വളരെ മുൻതൂക്കം കൊടുക്കുന്നു എന്നറിഞ്ഞത് തന്നെ വളരെ സന്തോഷമാണ്. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഇപ്പം മദ്യത്തിനടിമയായ കുഞ്ഞുങ്ങളെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കുക അസാധ്യമാണ്. അവരെ കൃത്യമായ ഫോളോ അപ്പിലൂടെയും അതുപോലെ കൗൺസിലിങ്ങിലൂടെയും ഒക്കെ തന്നെ അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നാളെ തൊട്ട് നിങ്ങൾ കള്ള് കുടിക്കരുത് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. അത് നമുക്ക് ഒരു വലിയ ശ്രമം തന്നെയാണ് അത് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അതിനേക്കാട്ടിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇനിയുള്ള കുഞ്ഞുങ്ങളെ ഈ വഴിക്ക് പോകാതെ നമ്മളവരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം, അച്ഛനൊക്കെ മദ്യപാനിയല്ലേ, അമ്മാവനൊക്കെ മദ്യപാനിയായ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഇത് അവർ ജനിച്ചപ്പോൾ തൊട്ടേ ഇത് കാണുകയാണ്. കണ്ടിട്ട് ഇവരുടെ മനസ്സിലൊരു വലിയ ട്രോമയാണത്. വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു വലിയ എന്താ പറയുക, മരിക്കുന്നതിന് തുല്യമായി വേദന സഹിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളവരെ അപ്പം രക്ഷകർത്താക്കളാണ് ആദ്യം നമ്മൾ ബോധവാന്മാരാകേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മുടെ കൈകളിലാണ് എന്നുള്ളൊരു ബോധം രക്ഷകർത്താക്കൾക്ക് ആദ്യം ഉണ്ടാകണം. അവർ വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം അവർക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ഒരു മാനസികോല്ലാസത്തിനും അതുപോലെ തന്നെ അച്ഛനമ്മമാരോട് കുഞ്ഞുങ്ങളോടുള്ള ഇടപെടൽ, ഇതിലൊക്കെ നമ്മൾ മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ രക്ഷകർത്താക്കളുടെ കയ്യിലാണ് ഒരു 75% കാര്യങ്ങൾ ഇരിക്കുന്നത്. വീട്ടിൽ കിടന്ന് അച്ഛൻ എപ്പോഴും വഴക്കുണ്ടാക്കുക, അല്ലെ അമ്മയും അച്ഛനും കൂടെ ഗംഭീര വഴക്ക്, എപ്പോഴും ചീത്തയും വിളിയും, ഏത് കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥതയിൽ ജീവിക്കാൻ പറ്റുക? അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ആശ്വാസം കിട്ടുന്നത് അവരുടെ കൗമാരക്കാർക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നത് അവർ കൂട്ടുകാരോടാണ്. അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? നല്ല കൂട്ടുകെട്ടിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ അവരതിനെ തിരിച്ചു വിടും. പക്ഷേ ഒരു പൊട്ട കൂട്ടുകെട്ടിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്ന് വീഴുന്നതെങ്കിൽ അവിടെ തീരും കുഞ്ഞുങ്ങളുടെ ഭാവി. മനസ്സിലായോ? അപ്പം ആദ്യം ഒരു ചെറിയ ഡോസ് കൊടുക്കും. അപ്പോൾ അവരതിൽ ഇച്ചിരി ആനന്ദം കണ്ടെത്തും. പിന്നെ അത് വളർന്ന് പിന്നെ അതിൽ അഡിക്റ്റായി മാറും. അങ്ങനെയാണ് മിക്ക കുഞ്ഞുങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമയായി പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അച്ഛനമ്മമാരോട് നിങ്ങൾ സ്വയം മാതൃകയാവുക. വീട്ടിൽ നമ്മൾ നല്ല സന്തോഷം, നമുക്ക് വീട്ടിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കുള്ളപ്പം വഴക്ക് കൂടിക്കോ, ഒരു കുഴപ്പമില്ല. ഭാര്യയും ഭർത്താവും വഴക്ക് കൂടരുതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. വഴക്ക് കൂടിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാകുമ്പം നമ്മളത് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വേണം. അനാവശ്യ വാക്കുകൾ പറയുക, അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സായി കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പെൺകുട്ടികളും അങ്ങനെയാണ്, പുറത്തു പോകും. അപ്പം നമ്മൾ വീട്ടിലൊരു നല്ല സന്തോഷകരമായ അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള താല്പര്യം കുറച്ച് കുറയും. എൻ്റെ അച്ഛനും അമ്മയും വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എനിക്ക് ഇരിക്കാനാണ് ഇഷ്ടം. അത് നമ്മൾ സ്നേഹം കുറച്ച് ഇനി ഉള്ളിൽ എന്തെന്ന കടലെരമ്പുവാണെങ്കിൽ പോലും നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് വളരെ ലവിങ്ങായിട്ട് സ്നേഹത്തോടു കൂടി സംസാരിക്കുക, ഇടപെടുക. അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ 2 പ്രാക്കും നേർച്ച ഒന്നും പറയാതെ
നല്ല രീതിയിൽ കഞ്ഞി ചമ്മന്തി ആണെങ്കിൽ അത് സ്നേഹത്തോടു കൂടി നമ്മൾ എടുത്തു കൊടുക്കുക. അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും മോനെ ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഒരു കുഞ്ഞും വഴിതെറ്റിപ്പോവില്ല. അവരപ്പോൾ എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചേർന്ന് നിൽക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ. നമുക്കറിയാമല്ലോ, നമ്മളെക്കൊണ്ട് ഇതൊക്കെ കഴിയുള്ളൂ. ഇന്നത്തെ ലോകം ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതും ടെക്നോളജിയിലും എല്ലാം വളരെ മുന്നിലാണ്. അപ്പം നമ്മളൊക്കെ സ്നേഹം കൊണ്ട് മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും ശരിക്കും സ്നേഹിക്കുന്ന ഒരു വീട്ടിലെ കുഞ്ഞുങ്ങളെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് അങ്ങനെ പോകാൻ കഴിയുമെന്ന്. അപ്പം അവരങ്ങനെ എന്തെങ്കിലും ദുഷിച്ച ചിന്താഗതി അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ അവരത് അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ആയിത്തീരാനും കുടുംബത്തിൽ ഒരു മാതൃകയാവാനൊക്കെ എല്ലാവരും ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കേ.